ഏലപ്പാറ കോഴിക്കാനം ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി അമ്മൻ ക്ഷേത്രത്തിലെ 55ാമത് ഉത്രം മഹോത്സവത്തിന് സമാപനമായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 3 ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷ ചടങ്ങുകൾ നടന്നത്. 28ാം തീയതിയാണ് ഉത്സവാഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നത്. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 8 മണിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. 9 മണിക്ക് കലശാഭിഷേകം ആടി നടന്നു. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് താലപ്പൊലി ഘോഷയാത്ര കോഴിക്കാനം 2ാം ഡിവിഷൻ ആൽത്തറയിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് നടന്നു. തുടർന്ന് 6:30 ദീപാരാധന, 7 ഭഗവതി സേവ എന്നീ ചടങ്ങുകളും നടന്നു. സമാപന സമ്മേളനം മുല്ലപ്പെരിയാർ സമരസമിതി മുഖ്യ രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ദൈവാലയം അല്ലെങ്കിൽ അമ്പലങ്ങള്, പള്ളികള് നമുക്കറിയാം നമ്മുടെ ആധ്യാത്മിക കേന്ദ്രങ്ങളാണ്. ഈ പ്രദേശത്തിന്റെ ഏറ്റവും അധികം ചൈതന്യം ലഭിക്കേണ്ട ഉറവിടങ്ങളാണ് നമ്മുടെ ദൈവാലയങ്ങൾ. അതുപോലെ തീർച്ചയായിട്ടും ഈ നമ്മുടെ ദൈവാലയവും ഈ പ്രദേശത്തിന് ഏറ്റവും അധികം ദൈവകൃപ ഈശ്വരൻ ലഭിക്കുന്ന ഒരു കേന്ദ്രമാണ് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഉത്സവങ്ങളെയൊക്കെ നാം ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെയൊക്കെ ആത്മീയ കേന്ദ്രങ്ങളാണ് ഇങ്ങനെയുള്ള ഈ ദൈവാലയങ്ങൾ എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ബൈബിളില് കാകായിയുടെ പുസ്തകത്തില് ഒരു സംഭവം പ്രത്യേകം പറയുന്നുണ്ട്. ആ ഇസ്രായേൽ ജനങ്ങള് സ്വന്തം ഭവനങ്ങളെ പണിയുവാന് അവിടെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് അവിടെ ജീവിതം കുഴിഞ്ഞു വെക്കുകയാണ്. ആ പണി ചെയ്യാതെ ഒളിഞ്ഞു കിടന്ന ആ ദേവാലയം പണിയുവാന് അവര് ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ തകർച്ചകള് ഉണ്ടാകുന്നു, ദൈവാലികൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ പ്രവാചകനായ ഹാഗായി പറഞ്ഞു, നിങ്ങള് ഈ ദൈവാലയം പുനരുദ്ധരിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ കൃപ അനുഗ്രഹം ഉണ്ടാകില്ല. അതുകൊണ്ട് ജനങ്ങള് ആ ദേവാലയം പണിയുവാനും തറക്കല്ലിടുന്നു. അപ്പോൾ ആ പ്രദേശത്ത് ആ ജനങ്ങൾക്ക്, ഇസ്രായേൽ ജനങ്ങൾക്ക് ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അതുപോലെയുള്ള ഒരു ബന്ധം ഈ പ്രദേശത്ത് ഉള്ളതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചു. ഇവിടെ ഈ ദൈവാലയം അമ്പലം ഇങ്ങനെ പൂജാതി കർമ്മങ്ങള് ഒന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടില് കഴിയുകയായിരുന്നു. എന്നാൽ ആ സത്യം മനസ്സിലാക്കി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വേണുഗോപാലിന്റെ നേതൃത്വത്തില് ഇവിടുത്തെ നല്ലവരായ ജനങ്ങള് ഒത്തുകൂടി എല്ലാം ഈ ദൈവാലയം പുനരുദ്ധരിക്കുവാൻ തീരുമാനിക്കുകയും മുടങ്ങിക്കിടന്ന പൂജാദികള് അതുപോലെ ഉത്സവമൊക്കെ ആഘോഷിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അതില് ഞാൻ നിങ്ങളെ പ്രത്യേകം അനുമോദിക്കുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് വേണുഗോപാലൻ മാധവൻ അധ്യക്ഷനായിരുന്നു. ചെമ്മണ്ണ് ശ്രീ അന്നപൂർണ്ണ ക്ഷേത്രം മേൽശാന്തി ശ്രീധരൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഫാറൂഖ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി, മത, സാമുദായിക, സാംസ്കാരിക മേഖലകളിലെ നേതാക്കളടക്കം സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, ഏലപ്പാറ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിങ്കിരി 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 പട്ടാളം. ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ, നിർഗുണം ചേട്ടോ, ചേട്ടോ. ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ, ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ?
ദൈവമേ, യോ നിർഗുണം ചേട്ടാ, അയ്യോ പേടിപ്പിച്ച് കളഞ്ഞിലാണോ നോത്തെ എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച്. ചേട്ടൻ ഇത് എന്നാ കാണിക്കുമായിരുന്നു? വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയല്ല. എന്നിട്ട് ചേട്ടൻ ഒരു കളഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാ നോത്തെ, നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.